2 ദിനവൃത്താന്തം അധ്യായം 8. സോളമന്റെ നേട്ടങ്ങൾ. ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് 20 വർഷത്തോളം വേണ്ടിവന്നു. പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കിപ്പണിത് ഇസ്രായേലരെ അവിടെ വസിപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹമാത്ത് സോബ പിടിച്ചടക്കി. മരുഭൂമിയിൽ തദ്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണി കഴിപ്പിച്ചു. കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തരദക്ഷിണ ബേത്ത്ഹോറോൺ നഗരങ്ങൾ, ബാലാത്ത്, സോളമനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കും കുതിരച്ചേവകർക്കുമുള്ള നഗരങ്ങൾ, ഇങ്ങനെ ജെറൂസലേമിലും ലെബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. ഇസ്രായേലിയരല്ലാത്ത ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. എന്നാൽ ഇസ്രായേലരെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു. സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായി ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ 250 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ്. ആകയാൽ ഫറവോയുടെ മകളായ എൻ്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ദേവാലയ പൂമുഖത്തിൻ്റെ മുൻപിൽ താൻ പണിയിച്ച കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്ത്, അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, വാരോത്സവം, കൂടാര തിരുനാൾ എന്നീ 3 വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധിയനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബലികൾ അർപ്പിച്ചു. തൻ്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചു. കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചു. ദൈവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിൻ്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പന ധിക്കരിച്ചില്ല. ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതു മുതൽ പൂർത്തീകരിക്കുന്നതുവരെയുള്ള സകല പണികളും സമാപിച്ചു. അങ്ങനെ ദേവാലയം പൂർത്തിയായി. പിന്നീട് സോളമൻ ഏദോം ദേശത്തെ എസിയോൻ ഗേബർ, ഏലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി. ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചു കൊടുത്തു, ഒപ്പം പരിചയസമ്പന്നരായ നാവികരെയും. അവർ സോളമന്റെ ഭൃത്യന്മാരോടുകൂടെ ഓഫീറിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്ത് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു. 2 ദിനവൃത്താന്തം അധ്യായം 9. ഷേബരാജ്ഞിയുടെ സന്ദർശനം. ഷേബരാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ടു. കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറൂസലേമിലേക്ക് വന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഏറെ സ്വർണം, രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത്. സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവൻ്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ സമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബരാജ്ഞി സ്തബ്ധയായി. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ്. ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ. സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ. തൻ്റെ സിംഹാസനത്തിൽ അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരരാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ അങ്ങയെ അവരുടെ രാജാവാക്കിയിരിക്കുന്നത്. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ
രാജാവിന് കൊടുത്തു. ഷേബ രാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. സോളമന്റെയും ഹീരാമിന്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുൻപ് യൂദാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല. പ്രതിസമ്മാനത്തിനു പുറമെ ഷേബ രാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു. അവൾ പരിവാരസമേതം സ്വദേശത്തേക്ക് മടങ്ങി. സോളമന്റെ സമ്പത്ത്. വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിനു പുറമെ സോളമന് പ്രതിവർഷം 660 താലന്ത് സ്വർണം ലഭിച്ചിരുന്നു. ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം വേണ്ടിവന്നു. 300 ഷെക്കൽ വീതം തൂക്കമുള്ള 300 ചെറിയ പരിചകളും അവൻ സ്വർണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ചു. രാജാവ് ഇവയെല്ലാം ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പടികളും സ്വർണ്ണ നിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു. ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി 2 സിംഹപ്രതിമകളും തീർത്തിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ലെബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. രാജാവിന്റെ കപ്പലുകൾ ഹീരാമിന്റെ ഭൃത്യന്മാരുമായി താർഷിഷിലേക്ക് പോകും. 3 വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ ഇവയുമായി മടങ്ങിവരും. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പിടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യം, കുതിര, കോവർക്കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു. കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. രാജാവിന്റെ അടുത്ത് ജെറൂസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി. യൂഫ്രട്ടീസ് മുതൽ ഫിലിസ്ത്യ ദേശം വരെയും ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ. ജെറൂസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി. ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു. സോളമന്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനുമായ ജെറോബോവാമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറൂസലേമിൽ ഇസ്രായേൽ മുഴുവന്റെയും അധിപനായി വാണു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ റഹോബോവാം ഭരണമേറ്റു. 2 ദിനവൃത്താന്തം അധ്യായം 10. രാജ്യം പിളരുന്നു. റഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ സോളമന്റെ അടുത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിന്റെ അടുത്ത് വന്നു പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുകവും കഠിനവേലയും ലഘൂകരിച്ചു തരിക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ. റഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു. ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു. അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
അവനോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. അങ്ങ് അത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക. എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും. 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും റെഹോബോവാമിൻ്റെ അടുത്ത് വന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് റെഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജെസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്താ അവകാശം? ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റെഹോബോവാം യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയരെ ഭരിച്ചു. പിന്നീട് റെഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലിയരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. റെഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറൂസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. 2 ദിനവൃത്താന്തം അധ്യായം 11. റെഹോബോവാം ജെറൂസലേമിൽ എത്തിയതിനു ശേഷം യൂദാ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 180,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷെമായയോട് കർത്താവ് അരുളി ചെയ്തു, സോളമന്റെ മകനും യൂദാ രാജാവുമായ റെഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലിയരോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി. ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. റെഹോബോവാം ജെറൂസലേമിൽ വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബെത്ലേഹേം, ഏഥാം, തെക്കോവ, ബേത്സൂർ, സൊക്കോ, അതുല്ലാം, ഗത്ത്, മരേഷ, സിഫ്, അതുറായും, ലാഖിഷ്, അസേക്ക, സോറ, അയ്യലോൺ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി. ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണ സാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റെഹോബോവാമിൻ്റെ അടുക്കൽ അഭയം തേടി. കർത്താവിനെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറൂസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറൂസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാ രാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലം അത്രയും സോളമന്റെ മകനായ റെഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിന്റെ മകൻ യെറിമോത്തിന്റെയും ജെസ്സയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിന്റെയും മകൾ മഹലത്തിനെ റെഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സീസ, ഷെലോമിത്ത് എന്നിവർ ജനിച്ചു. റെഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു.
തൻ്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും അധികമായി അവൻ അബ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. 2 ദിനവൃത്താന്തം അധ്യായം 12. റെഹോബോവാമിന്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു. അവൻ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റെഹോബോവാമിന്റെ 5-ാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ശീഷാക്ക് 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറൂസലേമിനെതിരെ വന്നു. ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറൂസലേം വരെ എത്തി. റെഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറൂസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്ന് ഏറ്റുപറഞ്ഞു. അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ഷെമായയോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി. ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല. ഞാൻ അവർക്ക് മോചനം നൽകും. ജെറൂസലേമിന്റെ മേൽ എന്റെ ക്രോധം ശീഷാക്ക് വഴി ചൊരിയുകയില്ല. എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്ത് രാജാവായ ശീഷാക്ക് ജെറൂസലേമിലെത്തി. ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. റെഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാര കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും. പിന്നീട് കാവൽപുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്ന് അകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. റെഹോബോവാം പ്രാബല്യത്തോടെ ജെറൂസലേമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറൂസലേമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമ്മോന്യയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. റെഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല. ഷെമായ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റെഹോബോവാമിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റെഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. റെഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അബിയ ഭരണമേറ്റു. 2 ദിനവൃത്താന്തം അധ്യായം 13. അബിയ. ജെറോബോവാം രാജാവിന്റെ 18-ാം ഭരണവർഷം അബിയ യൂദായിൽ വാഴ്ച തുടങ്ങി. അവൻ ജെറൂസലേമിൽ 3 വർഷം ഭരിച്ചു. ഗിബയായിലെ ഊറിയേലിന്റെ മകൾ മിക്കായ ആയിരുന്നു അവന്റെ അമ്മ. അബിയായും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു. വീരപരാക്രമികളായ 400,000 യോദ്ധാക്കളോടുകൂടെ അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു. ജെറോബോവാം 800,000 യുദ്ധവീരന്മാരെ അണിനിരത്തി. എഫ്രായിം മലമ്പ്രദേശത്തുള്ള സെമറായിം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു, ജെറോബോവാമും സകല ഇസ്രായേല്യരും കേൾക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ. എങ്കിലും നെബാത്തിന്റെ മകൻ ജെറോബോവാം ദാവീദിന്റെ മകനായ സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു. നിസ്സാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമന്റെ മകനായ റെഹോബോവാമിനെ എതിർത്തു. പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട്. ജെറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻകാളക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട്. തന്നിമിത്തം ദാവീദിന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കർത്താവിന്റെ പുരോഹിതന്മാരായ അഹ്റോന്റെ പുത്രന്മാരെയും ലേവ്യരെയും തുരത്തിയിട്ട് മറ്റു ജനതകളെ പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ? തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ 7 മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്ന് പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു.
എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം, അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അഹ്റോന്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവ്യരും ഞങ്ങൾക്കുണ്ട്. അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമളധൂപങ്ങളും അർപ്പിക്കുന്നു. തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യപ്പം വയ്ക്കുന്നു. എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻവിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. നിങ്ങളോ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളുടെ നായകൻ. നിങ്ങൾക്കെതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിന് ഒരുമ്പെടരുത്, നിങ്ങൾ വിജയിക്കുകയില്ല. ജെറോബോവാം യൂദാ സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിരിപ്പുകാരെ അയച്ചിരുന്നു. അങ്ങനെ സൈന്യം മുൻപിലും പതിയിരിപ്പുകാർ പിന്നിലുമായി യൂദായെ വളഞ്ഞു. മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ യൂദാ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമുതി. യൂദാ സൈന്യം പോർവിളി നടത്തി. അവർ ആർത്തു വിളിച്ചപ്പോൾ അബിയായുടെയും യൂദായുടെയും മുൻപിൽ ജെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു. ഇസ്രായേൽ സൈന്യം യൂദായുടെ മുൻപിൽ തോറ്റോടി. ദൈവം അവരെ യൂദായുടെ കൈകളിൽ ഏൽപ്പിച്ചു. അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിലെ 5 ലക്ഷം വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു. അന്ന് ഇസ്രായേൽ കീഴടങ്ങി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദ വിജയം കൈവരിച്ചു. അബിയ ജെറോബോവാമിനെ പിന്തുടർന്ന് ബഥേൽ, യഷാന, എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അബിയായുടെ കാലത്ത് ജെറോബോവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവ് അവനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. എന്നാൽ അബിയ പ്രാബല്യം നേടി. അവന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 14. ആസ. അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു. അക്ഷേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി. യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദാ നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവന്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂദായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല. അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം. അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. ആസായിക്ക് യൂദായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച 3 ലക്ഷം പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച 2,80,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 10 ലക്ഷം പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെ എത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരുകൂട്ടരും മരേഷായിലെ സെഫാദ താഴ്വരയിൽ അണിനിരന്നു. അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ശരണ പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിന്റെയും അവിടുത്തെ സൈന്യത്തിന്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു. അന്ന് യൂദാ സൈന്യം വലിയൊരു കൊള്ള നടത്തി. ഗരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു.
അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു. യൂദാ സൈന്യം അവ കൊള്ളയടിച്ചു. ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി. മൃഗശാലകൾ നശിപ്പിച്ചു. ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി. അവർ ജെറൂസലേമിലേക്ക് മടങ്ങി. 2 ദിനവൃത്താന്തം അധ്യായം 15. ദൈവത്തിന്റെ ആത്മാവ് ഉദയത്തിന്റെ മകൻ അസറിയായുടെ മേൽ വന്നു. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസ രാജാവേ, യൂദാ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അവർ അവിടുത്തെ അന്വേഷിച്ചു, കണ്ടെത്തി. അന്ന് സകല ദേശങ്ങളിലും അക്രമങ്ങളും കലാപങ്ങളും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല. ദൈവം സകലവിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്തു ഛിന്നഭിന്നമായി. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഉദയത്തിന്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസ ധൈര്യപ്പെട്ടു. യൂദായിലും ബെഞ്ചമിനിലും എഫ്രായിം മലമ്പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിൽ നിന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. ദേവാലയ പൂമുഖത്തിന്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. കർത്താവ് ആസായോടുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം, മനാസെ, ശിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവന്റെ രാജ്യത്ത് താമസമാക്കി. യൂദായ്ക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആസ വിളിച്ചുകൂട്ടി. ആസായുടെ 15-ാം ഭരണവർഷം 3-ാം മാസം എല്ലാവരും ജെറൂസലേമിൽ സമ്മേളിച്ചു. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളമുതലിൽ നിന്ന് 700 കാളകളെയും 7000 ആടുകളെയും അന്ന് അവർ കർത്താവിന് ബലിയർപ്പിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിക്കുമെന്നും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു. ആർത്തു വിളിച്ച് കൊമ്പും കുഴലും ഊതിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു. യൂദാ മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് ദർശനമരുളി, എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു. ആസാ രാജാവിന്റെ പിതാമഹി മാഖ അഷേരാ ദേവതയുടെ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മറാണി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി. ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി കിദ്രോൻ തോട്ടിനരികെ വച്ച് ചുട്ടുകളഞ്ഞു. പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവനും ആസ ഹൃദയവിശുദ്ധി പാലിച്ചു. തന്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ 35-ാം ഭരണവർഷം വരെ യുദ്ധമൊന്നും ഉണ്ടായില്ല.